കർമ്മലമാതാവേ, നിൻ കരവലയം അമ്മത്തൊട്ടി അമ്മത്തൊട്ടി അമ്മത്തൊട്ടി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 9 ദിവസത്തെ നൊവേനയുടെ 2ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ലൂക്കാസ് വിശേഷം 5:36. ഈശോ ഒരു ഉപമ പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്നും ഒരു കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർത്ത് വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം നശിച്ചു പോവുകയും പുതിയ വസ്ത്രത്തിൽ നിന്ന് കീറിയെടുത്ത കഷണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധ കർമ്മല മാതാവിനെ കുറിച്ചും അമ്മ നൽകിയ പരിശുദ്ധ കർമ്മലോത്തരീയത്തെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ്. പുതിയ വസ്ത്രം, പുതിയ കഷണം പഴയ വസ്ത്രത്തോട് ചേർത്ത് വയ്ക്കുന്നു. വാസ്തവത്തിൽ ഈ കർമ്മലോത്തരീയം കർമ്മലീത്തർക്ക് പരിശുദ്ധ അമ്മ നൽകി. അമ്മയുടെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഉത്തരീയം, നമ്മൾ കഴുത്തിൽ ധരിക്കുന്ന വെന്തിങ്ങ വിശുദ്ധ വസ്ത്രം തന്നെയാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ വസ്ത്രമാണ്. അതൊരു പുതിയ വസ്ത്രമല്ല, പഴയ വസ്ത്രമാണ്. പുതിയതായി ഒന്നും ചേർക്കേണ്ടതുമില്ല. നമുക്ക് ഇന്നത്തെ ദിവസം ഒരു തീരുമാനമെടുക്കാം. തൊട്ടടുത്ത ദിവസം തന്നെ സാധിക്കുന്നത്ര വേഗത്തിൽ ഒരു കർമ്മലോത്തരീയം വെഞ്ചിരിപ്പിച്ച് ഞാൻ കഴുത്തിൽ ധരിക്കും. ഇതെൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകേണ്ടതാണ്. ഇത് എൻ്റെ അമ്മയുടെ വസ്ത്രമായതുകൊണ്ട് തന്നെ അമ്മയുടെ വസ്ത്രം ഒരു പഴയ വസ്ത്രമാണ്. എനിക്ക് അമ്മ തരുന്ന ഈ വസ്ത്രത്തെ ഞാൻ സ്വീകരിക്കണം. ഒരു അത്ഭുതം വിവരിക്കാം. വിശുദ്ധ ഡോൺ ബോസ്കോ, വിശുദ്ധ അൽഫോൺസ് ലിഗോരി, അതുപോലെ ഗ്രിഗറി 10 മാർപ്പാപ്പ, ഇവർ 3 പേർക്കുമിടയിൽ ഒരു സാമ്യമുണ്ട്. മരണശേഷം ഇവർക്കേറെ പ്രിയപ്പെട്ടിരുന്ന ഇവരുടെ കഴുത്തുകളിലെ ഉത്തരീയം അവരിൽ നിന്നും മാറ്റപ്പെട്ടിരുന്നില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവരുടെ ശവകുടീരം തുറന്നപ്പോൾ ഉത്തരീയങ്ങൾ മാത്രം കേടുകൂടാതെ അഴുകാതെ കാണപ്പെട്ടു എന്നുള്ളത് ചരിത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ജീവിതാവസാനം വരെയും അതിനുശേഷവും ഈ കർമ്മലോത്തരീയം എൻ്റെ ശരീരത്തിൽ കിടക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ കർമ്മല മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയോടെ നൊവേന പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2ാം ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങളോടുള്ള അങ്ങയുടെ വലിയ സ്നേഹത്താൽ അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പുത്രനായ വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് കാർമൽ പർവ്വതത്തിൻ്റെ പരിശുദ്ധ ശിരോവസ്ത്രം ഞങ്ങൾക്ക് നൽകി. വിശ്വസ്തയോടെയും ഭക്തിയോടെയും അത് ധരിക്കുവാൻ ഇപ്പോൾ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയിൽ വളരാനുള്ള ഞങ്ങളുടെ ആഗ്രഹത്തിൻ്റെ അടയാളമാകട്ടെ അത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. സുഹൃത ജപം. പരിശുദ്ധ കർമ്മല മാതാവേ, സ്നേഹത്തിൻ്റെ അമ്മേ, എന്നെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കണമേ. പരിശുദ്ധ കർമ്മല മാതാവേ, സ്നേഹത്തിൻ്റെ അമ്മേ, എന്നെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കണമേ. പരിശുദ്ധ കർമ്മല മാതാവേ, സ്നേഹത്തിൻ്റെ അമ്മേ, എന്നെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കണമേ. ആമേൻ.